ദേവലക്ഷ്മി ഭാഗം 14. അപ്പോഴേക്കും ശങ്കർ ഇറങ്ങി വന്നു. ശങ്കറിന് രാവിലെ ഒരു ഓൺലൈൻ ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞുള്ള വരവാണ് അദ്ദേഹം. അപ്പോഴാണ് സ്വബോധത്തിലല്ലാതെ നിൽക്കുന്ന ആദിയെയും അവൻ്റെ അടുത്തു എന്തോ പിറുപിറുത്തുകൊണ്ട് നിൽക്കുന്ന ജിത്തുവിനെയും കാണുന്നത്. ശങ്കർ നടന്നു വന്ന് അവരുടെ രണ്ടാളുടെയും ഇടയിൽ വന്ന് അവരുടെ തോളിലൂടെ കൈയിട്ട് അവർക്ക് രണ്ടുപേർക്കും മാത്രം കേൾക്കത്തക്ക രീതിയിൽ പറഞ്ഞു, ഇപ്പോൾ മനസ്സിലായില്ലേ ഞങ്ങൾക്ക് ആ പെൺകുട്ടി ഗൗരിമോളാണ് എന്ന് എങ്ങനെ മനസ്സിലായെന്ന്? എങ്ങനെയുണ്ട് ഈ സർപ്രൈസ്? സൂപ്പർ സർപ്രൈസ് അങ്കിൾ എന്ന് ജിത്തു മറുപടി പറഞ്ഞു. എന്നാൽ ആദ്യം ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി. ഇത് കണ്ട് ജിത്തുവും ശങ്കറും അവൻ്റെ പുറകെ പോയി. അവർ ചെല്ലുമ്പോൾ അവൻ കാറിൽ ചാരി നിന്ന് കണ്ണ് അമർത്തി തുടയ്ക്കുന്നതാണ് കണ്ടത്. ഇതിൽ നിന്നും അവർക്ക് മനസ്സിലായി അവൻ കരയുകയാണെന്ന്. മോനെ ആദി, നടക്കേണ്ടതൊക്കെ നടന്നു. ഇനി നീ വിഷമിച്ചിട്ടെന്താ കാര്യം? പ്രാക്ടിക്കലായി ചിന്തിക്കാൻ നോക്ക്. അല്ല ഡാഡി, നിങ്ങൾ മിക്കപ്പോഴും അവളെ വിളിക്കാറില്ലായിരുന്നോ? എന്നിട്ട് ഇതുവരെ കുട്ടികളെ കണ്ടില്ലേ എന്ന് ആദി ചോദിച്ചു. ഇല്ല മോനെ, കുട്ടികളുടെ ഒരു ശബ്ദം പോലും കേട്ടിരുന്നില്ല. ഞങ്ങൾ മിക്കവാറും ഒരുപാട് ലേറ്റായിട്ടാണ് വിളിക്കാറ്. കാരണം മോള് പഠിക്കുന്ന സമയം ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി. ചിലപ്പോൾ അപ്പോഴേക്കും കുട്ടികൾ ഉറങ്ങിയിട്ടുണ്ടാവും. എന്നാലും ഡാഡി, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല എൻ്റെ ചോരയിൽ 2 കുട്ടികൾ ഉണ്ടെന്നും, അതും എൻ്റെയും എൻ്റെ പ്രാണനായവളുടെയും അംശത്തിൽ. ഡാഡി, ഇനിയും താമസിക്കാൻ പറ്റില്ല. എത്രയും പെട്ടെന്ന് എനിക്ക് എൻ്റെ പെണ്ണിനെ താലി കെട്ടി എൻ്റെതാക്കണം. ഇനി എൻ്റെ കുട്ടികൾ അച്ഛൻ്റെ സ്നേഹം അറിഞ്ഞു തന്നെ വളരണം. ഡാ ആദി, അവൾക്കറിയില്ല ആ കുട്ടി നിൻ്റെതാണെന്ന്. അതുകൊണ്ട് ഗൗരിമോൾ കുട്ടികളെ കൊണ്ട് നിന്നെ അങ്കിളെന്ന് വിളിപ്പിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് ജിത്തു കളിയാക്കി പറഞ്ഞു. ഡാഡി, അങ്ങനെ വല്ലതും നടക്കുമോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മളൊക്കെ ഇല്ലേ, എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് ശങ്കർ തൻ്റെ മകനെ ആശ്വസിപ്പിച്ചു. അപ്പോഴേക്കും അമ്പലത്തിൽ പോകാൻ എല്ലാവരും പുറത്തേക്ക് വരുന്നത് കണ്ട് അവർ സംസാരം നിർത്തി. 2 കാറിലായാണ് അവർ അമ്പലത്തിലേക്ക് പോയത്. ഒരു കാറിൽ നീതുവും ജിത്തുവും ആദിയും ഗൗരിയും കുട്ടികളും, മറ്റേ കാറിൽ നിത്യയും ശങ്കറുമായിരുന്നു. എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു. എന്നാൽ അവർ അറിഞ്ഞില്ല ആ സന്തോഷത്തിന് അധികം ആയുസ്സില്ല എന്ന്. അവരുടെ ശത്രുക്കൾ അവർക്ക് തൊട്ടു പിന്നാലെ ഉണ്ടെന്ന്. എല്ലാവരും അമ്പലത്തിലെത്തി. ആദ്യ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അമ്പലത്തിലെത്തിയത്. അവന് ഒന്നേ ദൈവത്തോട് പറയാനുള്ളായിരുന്നു, തൻ്റെ പെണ്ണിനെയും കുഞ്ഞുങ്ങളെയും ഒരിക്കലും എന്നിൽ നിന്നും അകറ്റരുതേ എന്ന്. അമ്പലത്തിൽ നിന്നിറങ്ങിയ ആദ്യ കാർ സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ സ്റ്റാർട്ട് ആവുന്നുണ്ടായിരുന്നില്ല. കുട്ടികൾ വിശന്നിട്ടാവും നല്ല ബഹളവും തുടങ്ങി. ആദിക്ക് ചെന്നിട്ട് ഒരു ഓൺലൈൻ മീറ്റിങ്ങും അറ്റൻഡ് ചെയ്യാനുള്ളതായിരുന്നു. എന്താ മോനെ, കാർ സ്റ്റാർട്ടാവുന്നില്ലേ എന്ന് ശങ്കർ ചോദിച്ചു. എന്താണെന്നറിയില്ല, ഇത് സ്റ്റാർട്ടാവുന്നില്ല, ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ആദി കാറിൽ നിന്നിറങ്ങി. ഞാൻ നോക്കിയിട്ടൊന്നും ശരിയാവുന്നില്ല, മെക്കാനിക്കിനെ വിളിക്കേണ്ടി വരും. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ഞങ്ങൾ വന്ന വണ്ടിയിൽ പോയിക്കോ, ഞങ്ങൾ ഇത് ശരിയാക്കിയിട്ട് പുറകെ വന്നോളാം എന്ന് ശങ്കർ പറഞ്ഞു. നിന്റെ മമ്മിക്ക് എന്തൊക്കെയോ വഴിപാടുകൾ കൂടി ചെയ്യാനുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും മെക്കാനിക്ക് വന്ന് ഇത് ശരിയാക്കിക്കോളും. പിന്നെ നിനക്കിന്ന് മീറ്റിംഗ് ഉള്ളതല്ലേ, അത് മിസ്സാക്കാൻ പാടില്ല. ഒരു ഇമ്പോർട്ടൻ്റ് ക്ലയൻറ്റിൻ്റേതാണ്. അറ്റൻഡ് ചെയ്യാതിരുന്നാൽ കോടികളുടെ നഷ്ടം വരും. പിന്നെ നിങ്ങൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിച്ചിട്ട് പോകണേ. ശരി ഡാഡി. ശേഷം ശങ്കറിനോടും നിത്യയോടും യാത്ര പറഞ്ഞ് അവർ പോയി. കാർ തിരിച്ച് കുറച്ചു കഴിഞ്ഞപ്പോൾ നീതു ഗൗരിയെ തോണ്ടാൻ തുടങ്ങി. ഡീ, എനിക്കും കുട്ടൂസുകൾക്കും വിശന്നിട്ട് വയ്യ. നീ നിന്റെ ദേവേട്ടനോട് ഒന്ന് പറ. നീതു, നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? അപ്പോൾ ഗൗരി ഓർക്കുകയായിരുന്നു, അമ്പലത്തിൽ പോകാൻ എന്ത് സന്തോഷത്തിലാണ് ദേവേട്ടൻ ഇറങ്ങി വന്നത്. പക്ഷേ കുട്ടികളെ കണ്ടതു മുതൽ ആ മുഖത്ത് ആ സന്തോഷം കാണാനില്ലായിരുന്നു. ഒരു പക്ഷേ ആൻറ്റിയും അങ്കിളും അംഗീകരിച്ചതുപോലെ എൻ്റെ മക്കളെ ഉൾക്കൊള്ളാനാവാത്തതാവുമോ? അങ്ങനെ അവളുടെ ചിന്തകൾ കാടുകയറി. അപ്പോഴാണ് മോളെ ഗൗരി, ഇറങ്ങുന്നില്ലേ, ഹോട്ടൽ എത്തിയെന്ന് ജിത്തുവേട്ടൻ വിളിച്ചു ചോദിച്ചത്. തൻ്റെ അടുത്തായി നോക്കിയതും നീതുവിനെയും കുട്ടികളെയും കാണാനില്ലായിരുന്നു.
നീതു മോളെ വിളിക്കാൻ പോയതാ. അപ്പോഴാ ഞാൻ പറഞ്ഞത് ഞാൻ വിളിച്ചോണ്ട് വന്നോളാം, നിങ്ങൾ പോയി ഓർഡർ ചെയ്തോളാൻ എന്ന് ജിത്തു പറഞ്ഞു. ശേഷം ഗൗരിയും ജിത്തുവും ഹോട്ടലിലേക്ക് കയറിയപ്പോൾ കാണുന്നത് മോൾക്ക് ഇഡ്ഡലി ഞവടി വായിൽ വെച്ച് കൊടുക്കുന്ന ദേവേട്ടനെയാണ്. മോളോട് ചിരിച്ചുകൊണ്ട് എന്തൊക്കെയോ ചോദിക്കുന്നുമുണ്ട്. മോൻ നീതുവിൻ്റെ മടിയിലിരുന്ന് കഴിക്കുന്നുണ്ട്. ഗൗരിയെ കണ്ടതും മോൾ ഗൗരിയുടെ കയ്യിൽ വരാനായി നിർബന്ധം പിടിച്ചു കരഞ്ഞു. ഇത് കണ്ട് ആദിക്ക് വല്ലാത്ത സങ്കടമായി. തൻ്റെ മക്കൾക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ എന്നത് അവനെ വല്ലാതെ വേദനിപ്പിച്ചു. ശേഷം അവൻ വേദനയോടെ ആണെങ്കിലും കുഞ്ഞിനെ അവളെ ഏൽപ്പിച്ചു. ഇത് കണ്ടു നിന്ന ജിത്തുവിന് മനസ്സിലായി അവൻ്റെ ഉള്ളിലെ വേദന. അപ്പോഴാണ് മോൻ നീതുവിൻ്റെ കയ്യിൽ നിന്നും ആദിയുടെ അടുത്തേക്ക് ആയുന്നത് ജിത്തു കണ്ടത്. ഇത് കണ്ട് ജിത്തുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഡാ ആദി, മോൾ പോയെങ്കിൽ എന്താ, മോൻ ചാടുന്നത് കണ്ടോ നിന്റെ അടുത്തേക്ക്. ഇത് കണ്ട് ആദിക്കും വല്ലാത്ത സന്തോഷം തോന്നി. ആദി മോനും ഇഡ്ഡലി കൊടുത്ത് അവനും കഴിച്ചു. ശേഷം അവർ വീട്ടിലേക്ക് പോയി. വീട്ടിൽ ചെന്നു കഴിഞ്ഞു ആദി അവൻ്റെ ഡാഡിയെ വിളിച്ചപ്പോൾ മെക്കാനിക്ക് വന്നു എന്നും നന്നാക്കുക എന്നും പറഞ്ഞു. അരമണിക്കൂർ കൂടെ എടുക്കും റെഡിയാവാൻ എന്നും ശങ്കർ പറഞ്ഞു. ശരി ഡാഡി, എനിക്ക് മീറ്റിങ്ങിന് ടൈമായി എന്ന് പറഞ്ഞ് ആദി ഫോൺ കട്ട് ചെയ്തു. ശേഷം അവൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായി പോയി. ജിത്തു അവൻ്റെ ഫ്ലാറ്റിലേക്കും പോയിരുന്നു. എന്നാൽ ഗൗരി കുട്ടികളെ ഉറക്കിയിട്ട് ബാൽക്കണിയിലേക്ക് പോയി. അവളുടെ റൂമിന് തൊട്ടടുത്തുള്ള റൂമാണ് ആദിയുടേത്. എന്നാൽ അവൾ ഇതുവരെ ആ റൂമിൽ കയറിയിരുന്നില്ല. അന്ന് വീടും പരിസരവും എല്ലാം കാണാൻ പോയപ്പോൾ ആ റൂം മാത്രം പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ശങ്കർ അങ്കിൾ പറഞ്ഞത് അത് ആദിയുടെ റൂമാണെന്നും അവൻ പുറത്തു പോകുമ്പോൾ അത് പൂട്ടിയിട്ടാണ് പോകുന്നതെന്നും. ദേവേട്ടന് തൻ്റെ മക്കളോട് ദേഷ്യമൊന്നും കാണില്ല. അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നേൽ ഏട്ടൻ കുട്ടികളെ എടുക്കുകയും അവരെ ഊട്ടുകയും ഒന്നും ചെയ്യില്ലായിരുന്നു എന്നൊക്കെ ആലോചിച്ചു നിന്നപ്പോഴാണ് ഡി എന്ന് പറഞ്ഞ് പുറത്തൊരടി വീണത്. നീതുവായിരുന്നു. അവൾ വീട്ടിൽ വിളിച്ച് സംസാരിച്ചു കൊണ്ട് നിന്നതുകൊണ്ടാണ് ഞാൻ ബാൽക്കണിയിലേക്ക് വന്നത്. എന്താ ഗൗരിക്കുട്ടി, നിന്റെ ദേവേട്ടനെ കുറിച്ച് ആലോചിച്ച് നിൽക്കുമായിരുന്നോ? സത്യം പറയാലോ ഗൗരിക്കുട്ടി, നിന്റെ ദേവേട്ടനൊരു അടാറു പീസ എന്ന് നീതു പറഞ്ഞു. ഒന്ന് പോടി, നീ പറഞ്ഞത് സത്യമാ. ഞാൻ ദേവേട്ടനെ കുറിച്ച് തന്നെയാണ് ആലോചിച്ചത്. എന്താ ആലോചിച്ചത്, ചേച്ചിയോടുകൂടി പറ എന്ന് നീതു കളിയാക്കി ചോദിച്ചു. നീ ഉദ്ദേശിച്ചതുപോലെ ഒന്നുമല്ല ഞാൻ ആലോചിച്ചത്. ആദ്യം ദേവേട്ടൻ കുട്ടികളെ കണ്ടു കഴിഞ്ഞപ്പോൾ മുഖഭാവത്തിൽ നിന്നും കുട്ടികളെ ഇഷ്ടമല്ല എന്നെനിക്ക് തോന്നി. എന്നാൽ ഹോട്ടലിൽ വെച്ചുള്ള പെരുമാറ്റത്തിൽ അദ്ദേഹത്തിന് കുട്ടികളെ നന്നായി ഇഷ്ടമായി എന്നും തോന്നി. എന്നാൽ ശരിക്കും ദേവേട്ടന് കുട്ടികളെ ഇഷ്ടമാണോ എന്ന് ഒരു സംശയം എന്നൊക്കെ ഗൗരി പറഞ്ഞു. ഗൗരി പറഞ്ഞു നിർത്തിയതും നീതു ചാടിക്കേറി പറഞ്ഞു, എൻ്റെ ഗൗരിക്കുട്ടിക്ക് അതിൽ ഒരു സംശയവും വേണ്ട. നിന്റെ ദേവേട്ടന് നിന്റെ കുട്ടികളെ വളരെ ഇഷ്ടമാണ്. കുട്ടികളെ കെയർ ചെയ്യുന്ന ആ രീതിയിൽ നിന്നും എനിക്ക് മനസ്സിലായതാണ്. എന്നാൽ ഇനി ഒന്നും ആലോചിച്ച് തല പുകയ്ക്കണ്ട. ചുമ്മാതിരുന്നാലേ നീ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങളും ആലോചിച്ചു കൂട്ടും. അതുകൊണ്ട് നമുക്ക് പോയി ലഞ്ചിനുള്ള എന്തെങ്കിലും തട്ടിക്കൂട്ടാം. നിത്യാൻ്റി വരാൻ താമസിക്കില്ലേ എന്ന് നീതു പറഞ്ഞു. ശേഷം കുട്ടികൾ ഉരുണ്ടു പോകാതിരിക്കാൻ ഒരു തലേണ എടുത്ത് തട വെച്ചിട്ട് രണ്ടുപേരും അടുക്കളയിലേക്ക് പോയി. എന്നാൽ ഇതേ സമയം ആദ്യം മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് താഴേക്ക് പോകാനായി ഇറങ്ങി. അപ്പോഴാണ് ഗൗരിയുടെ മുറി ചാരിയിട്ടിരിക്കുന്നത് കണ്ടത്. താഴെ നിന്നും നീതുവിൻ്റെയും ഗൗരിയുടെയും സംസാരം കേൾക്കുന്നുണ്ട്. അതിൽ നിന്നും അവന് മനസ്സിലായി തൻ്റെ കുട്ടികൾ ഉറങ്ങുകയാണ് എന്ന്. ആദി പതുക്കെ ശബ്ദമുണ്ടാക്കാതെ റൂമിൻ്റെ വാതിൽ തുറന്നു. അപ്പോൾ കാണുന്നത് ബെഡിൽ കിടക്കുന്ന തൻ്റെ കുട്ടികളെയാണ്. അവൻ പതുക്കെ അവരുടെ അടുത്ത് വന്ന് ഒരു വശത്തെ തലയണ എടുത്തു മാറ്റി. അവൻ അവിടെ കിടന്നു. ശേഷം അവൻ ഫോൺ എടുത്ത് അവരുടെ കൂടെ കിടക്കുന്ന ഒരു സെൽഫി എടുത്തു. ശേഷം രണ്ടുപേരുടെയും നെറുകയിൽ ഉമ്മ നൽകി അവൻ പുറത്തിറങ്ങി. അപ്പോഴാണ് അവൻ്റെ ഫോൺ റിങ് ചെയ്തത്. ഡാഡിയുടെ നമ്പറാണല്ലോ എന്ന് പറഞ്ഞ് അവൻ ഫോൺ എടുത്തു. ഹലോ ഡാഡി. എന്നാൽ മറുവശത്ത് നിന്നും സംസാരിച്ചത് ഡാഡി ആയിരുന്നില്ല. ഹലോ സർ, ഞാൻ AD ഹോസ്പിറ്റലിലെ ഡോക്ടർ അരവിന്ദാണ്. ഹാ ഡോക്ടർ,
എന്താ ഡാഡിയുടെ ഫോൺ നിങ്ങളുടെ കയ്യിൽ? ഡാഡിക്ക് എന്താ പറ്റിയത് എന്നൊക്കെ അവൻ ചോദിച്ചു കൊണ്ടേയിരുന്നു. സർ, ഒരു ആക്സിഡൻ്റ് ആയിട്ട് കൊണ്ടുവന്നതാ. ആദ്യം ആളെ തിരിച്ചറിയാൻ പറ്റിയില്ല. എന്നാൽ മുഖമൊക്കെ ക്ലീൻ ചെയ്തപ്പോഴാണ് ആളെ മനസ്സിലായത്. അപ്പോൾ എൻ്റെ മമ്മി. സോറി സാർ, ശങ്കർ സാറിനെ മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവന്നുള്ളൂ. ശരി, ഞാൻ ഇപ്പോൾ വരാം എന്ന് പറഞ്ഞ് ആദ്യ സ്റ്റെപ്പുകൾ ഓടിയിറങ്ങി. ആദ്യ ഓടി പുറത്തേക്ക് പോകുന്നത് കണ്ട് ഗൗരിയും അവന് പുറകെ പോയിരുന്നു. എന്നാൽ അപ്പോഴേക്കും അവൻ്റെ കാർ ഗേറ്റ് കടന്നു പോയിരുന്നു. ആദ്യ കാർ ഓടിക്കുന്നതിനിടയിൽ ജിത്തുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു. ജിത്തു ഇപ്പോൾ ഹോസ്പിറ്റലിൽ വരാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ആദ്യ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ശങ്കർ ICUവിലായിരുന്നു. അവൻ ICUവിലെ ബെൽ അമർത്തിയതും ഒരു നേഴ്സ് പുറത്തേക്ക് വന്നു. എൻ്റെ ഡാഡി എന്നവൻ ചോദിച്ചതും സാർ, ഞാൻ ഡോക്ടറെ പറഞ്ഞു വിടാം എന്ന് പറഞ്ഞ് അവർ കയറിപ്പോയി. ശേഷം ഡോക്ടർ അരവിന്ദ് ഇറങ്ങി വന്നു. ഡോക്ടർ, ഡാഡിക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഇവിടെ കൊണ്ടുവന്നപ്പോൾ കുറച്ച് ക്രിട്ടിക്കലായിരുന്നു. ഭാഗ്യത്തിന് ഇൻറ്റേർണൽ ഇഞ്ചുറീസ് ഒന്നുമില്ല. കാലിന് ഫ്രാക്ചർ ഉണ്ട്, തലയ്ക്ക് മുറിവുണ്ട്. തലയിൽ ബ്ലഡ് ഒന്നും ക്ലോട്ട് ആയിട്ടില്ല. ഇവിടെ കൊണ്ടുവന്നവർ പറഞ്ഞത് കാറിലേക്ക് ഒരു ലോറി കൊണ്ടിടിച്ച് നിർത്താതെ പോയി എന്നാ. എന്നാൽ സാർ കാറിൽ ലോറി ഇടിക്കുന്നതിന് മുമ്പേ പുറത്തേക്ക് ചാടിയിരുന്നു. അതുകൊണ്ടാവാം വലിയ പരിക്കൊന്നുമില്ലാത്തത്. ഡോക്ടർ, എനിക്ക് ഡാഡിയെ ഒന്ന് കാണാൻ പറ്റുമോ? 2 മണിക്കൂർ കഴിഞ്ഞ് റൂമിലേക്ക് മാറ്റും. അപ്പോൾ കണ്ടോ, ഇപ്പോൾ ആൾ മരുന്നിൻ്റെ മയക്കത്തിലാണ് എന്ന് പറഞ്ഞ് ഡോക്ടർ പോയി. അവൻ ICUവിന് മുമ്പിലുള്ള കസേരയിലിരുന്നു. അപ്പോഴേക്കും ജിത്തുവും വന്നിരുന്നു. ജിത്തു ആദ്യയോട് ചോദിച്ചു, എന്താടാ, എന്തു പറ്റിയതാ അങ്കിളിന്? അത് ആരോ പണിതതാടാ. ഞാനോ ഗൗരിയോ ആയിരിക്കണം അവരുടെ ലക്ഷ്യം. എന്നാൽ പെട്ടത് ഡാഡിയും. അല്ലടാ, ആൻറ്റി എന്തിയെ? അപ്പോഴാണ് ആദ്യം മമ്മിയെക്കുറിച്ച് ഓർക്കുന്നത്. എനിക്കറിയില്ല, ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ആദ്യം മമ്മിയുടെ ഫോണിലേക്ക് വിളിച്ചു. ഒറ്റ വിളിക്ക് തന്നെ മമ്മി ഫോൺ എടുത്തു. മോനെ, മമ്മി എവിടെയാ? ഞാൻ അമ്പലത്തിൽ തന്നെയുണ്ട്. നിന്റെ ഡാഡി ആരെയോ കണ്ടിട്ട് ഇപ്പം വരാമെന്ന് പറഞ്ഞു പോയതാ. ഇതുവരെ കണ്ടില്ല. ഞാനൊന്ന് വിളിച്ചു നോക്കാൻ ഫോൺ എടുത്തപ്പോഴാ നിന്റെ കോൾ കയറി വന്നത്. ഹാ മമ്മി, ഞാൻ ഡാഡി പറഞ്ഞിട്ടാ വിളിക്കുന്നത്. ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പോകേണ്ട ഒരു മീറ്റിംഗ് ഉണ്ട് ദുബായിൽ. അതുകൊണ്ട് 2 ദിവസത്തേക്ക് ഞങ്ങൾ കാണില്ല. മമ്മി ഡാഡിയെ വഴക്കു പറയും എന്ന് പറഞ്ഞ് എന്നെക്കൊണ്ട് വിളിപ്പിച്ചതാ. മമ്മിയെ കൂട്ടാൻ ജിത്തു വരും എന്ന് പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു. ഡാ, നീ മമ്മിയെ കൂട്ടി വീട്ടിലേക്ക് പോകണം. അവിടെ നീ ഉണ്ടാവണം ഞങ്ങൾ വരുന്നത് വരെ. ഗിരിയും കൂട്ടരും ഗൗരിയെ തപ്പി ഇവിടെ വന്നു എന്നൊരു തോന്നൽ എന്ന് ആദ്യം ജിത്തുവിനോടായി പറഞ്ഞു. ശേഷം ജിത്തു പോയി. നിത്യ ആൻറ്റിയെയും കൂട്ടി വീട്ടിലേക്ക് പോയി. നിത്യ ജിത്തുവിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഡ്രൈവ് ചെയ്യുന്നതിൽ മാത്രമാണ് അവൻ്റെ ശ്രദ്ധ. ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. സാധാരണ കലപില എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചെക്കനാ. ഡാ ജിത്തു, നിനക്കെന്താ പറ്റിയേ? എനിക്കൊന്നും പറ്റിയില്ല ആൻറ്റി. എന്താ ചോദിച്ചേ? അല്ല, നിനക്കെന്തോ ഒരു മാറ്റം പോലെ, അതാ ചോദിച്ചേ. ഏയ് ഒന്നുമില്ല. ആദ്യ 2 ദിവസം കാണാൻ പറ്റില്ലല്ലോ, അതാ. എന്നാ പിന്നെ നിനക്കും പോയിക്കൂടായിരുന്നോ അവരുടെ കൂടെ? അവൻ എന്നെ വലിയൊരു കാര്യം ഏൽപ്പിച്ചിട്ടാ പോയത്. അവൻ വരുന്നതുവരെ അവൻ്റെ പെണ്ണിനെയും കുട്ടികളുടെയും സുരക്ഷിതത്വം. ആൻറ്റിക്കറിയാമല്ലോ, ഗൗരിയുടെ ശത്രുക്കൾ അവൾ ഇവിടെ എത്തിയെന്ന് അറിഞ്ഞു കാണും. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാം. തുടരും.